നമസ്കാരം, ജോസ് ഫുഡ് ആൻഡ് ട്രാവൽ ഫിഷിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഗുണ കേവിലാണ്. നമ്മൾ കൊടൈക്കനാലിലെ ഒരു ഫേമസ് സ്ഥലമാണ് ഗുണ കേവ്. ഗുണ കേവ് എന്ന പേര് വരാൻ കാരണം നമ്മൾ ഗുണ സിനിമ കമലഹാസൻ്റെ ഇറങ്ങിയ ശേഷമാണ്. ഇപ്പോൾ കൂടുതൽ ഫേമസ് ആയിരിക്കുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ ഇറങ്ങിയ ശേഷമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും അങ്ങനെയുള്ള ആൾക്കാർ എല്ലായിടത്തും റിലീസായ സിനിമയാണ്. ആ സിനിമ ഇറങ്ങിയ ശേഷമാണ് കൂടുതൽ ആൾക്കാർ ഈ സ്ഥലത്തേക്ക് വരാൻ തുടങ്ങിയത്. നമ്മളത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റിനൊക്കെ എടുത്ത് നമ്മൾ നേരെ അകത്തേക്ക് കയറുവാണ്. ഇതുണ്ടല്ലോ, ഞായറാഴ്ചയായിട്ട് നല്ല തിരക്കാണ്. നമ്മുടെ ടീംസൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാം നേരെ ഗുണ കേവിൻ്റെ അകത്തേക്ക് പോകണം. ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഗുണ കേവ് എത്തുള്ളൂ. അവിടെ ഇപ്പം വേലി കെട്ടി മറച്ചിരിക്കുകയാണ്. നമുക്കെന്തായാലും സൈഡിൽ നിന്ന് കാണാം. നല്ല കോടമഞ്ഞുള്ളതുകൊണ്ട് നല്ല ഭംഗിയാണ് കൂടുതൽ. അങ്ങനെ നമ്മൾ ഗുണ കേവിൻ്റെ എൻട്രൻസിൽ കയറി ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീംസൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, സൺഡേ ആയതുകൊണ്ട് നല്ല ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഗുണ കേവിന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യൻസും കേരളാസും എല്ലാവരും ഉണ്ട്. Energies, come on, go. Yes. നമ്മൾ ഗുണ കേവിൻ്റെ താഴത്തെത്തി അങ്ങോട്ട് കയറാൻ പോവാണ്. പക്ഷെ ഇവിടെ നിറച്ച ആൾക്കാരാണ്. എന്താ, സൺഡേ ആയതുകൊണ്ട് ഒരു രക്ഷയില്ല. അതേപോലെ ആൾക്കാരല്ല, എന്താ ടൂറിസ്റ്റിൻ്റെ ബഹളമാണ്. അങ്ങോട്ട് കുറച്ചായിട്ടേ കയറ്റി വിടത്തുള്ളൂ ഗുണ കേവിലേക്ക്. എന്താ അതേപോലെ ടൂറിസ്റ്റുകളാണ്, ഒരു രക്ഷയില്ല. ഇനി സൺഡേയും കൂടെ ആയതുകൊണ്ട് നിറച്ച് ടൂറിസ്റ്റുകളാണ്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അതായത് ഫോറിനേഴ്സും ഇഷ്ടംമാതിരിയുണ്ട്. கண்மணி அன்போடு காதலன் நான் எழுது கடிதமே கண்மணி
ഓടങ്ങാനും പോയിട്ടുള്ള ജോലി എടുക്കണം. സൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങളല്ലേ അനക്കാരോട് വെച്ചു അങ്ങനെ ഈ ഇത് എടുത്തു. ജിന്ദു നമുക്ക് ഇതേ കൂടെ ഇറങ്ങി തന്നെ വരാം. ഗുണാക്കേവിനോട് വിടാം. അവിടെയല്ലേ അങ്ങനെ ഗുണാക്കേവിനുള്ള ഇറങ്ങി. നല്ല ക്ലൈമറ്റാണ്, ഇപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റിയ ക്ലൈമറ്റാണ്. നമ്മൾ സൂപ്പറായിരുന്നു. നല്ല കോടമഞ്ഞ്, നല്ല അതേപോലെ നല്ല ടൂറിസ്റ്റുകൾ വന്ന സമയമായിരുന്നു. എല്ലാം എൻജോയ് ചെയ്യാം. പില്ലർ റോക്ക് എൻട്രൻസ് ഞങ്ങൾ തിരികെയാണ്. ഇവിടെ കുറച്ച് ഗുണാക്കേവിൻ്റെ ഒക്കെ ഇവിടുന്ന് വ്യൂ പോയിൻ്റാണ്. പില്ലർ പോയിൻ്റ് ഇവിടെയാണ്. പില്ലർ കാണാൻ പറ്റും. നല്ല കോടയാണ്ട് പില്ലർ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് പില്ലർ പോയിന്റിൽ ഞങ്ങൾ നേരെ അടുത്ത പോയിന്റിലേക്ക് പോവാം. ആനയെ കാണാം. പില്ലർ കാണാൻ പറ്റിയില്ല, പക്ഷെ ഒരു ആനയെ കണ്ടില്ല. മൂന്നാന അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ്റെ അളിയനൊരാണ്. എല്ലാ കൊമ്പനെയും കണ്ടു. അവിടെ എന്തോ ಇದು 30 ಸೆಕೆಂಡ್ಸ್ ಮಾಡಿದ್ರೆ 1 ಆಗುತ್ತೆ. 1 ಸೆಕೆಂಡ್ സാധനം കണ്ടോ ഇപ്പോൾ കച്ചവടക്കാരും എല്ലാവരും പറയുന്ന ടൂറിസ്റ്റുകൾ വന്നവർക്ക് നല്ലൊരു ടൈമാണ്. നല്ല രീതിയിൽ പണം ഉണ്ടാക്കാനും ഈ ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ, അവരുടെ ഏറ്റവും വരുമാന മാർഗം ഇതാണ്. ഫ്രൂട്ട്സ് കാര്യങ്ങൾ, അതേപോലെ സെക്ടർ കാര്യങ്ങളൊക്കെ കൊടുക്കുക എല്ലാം. എന്തായാലും അതുപോലെ അനുവദിച്ച് അവരിപ്പം നല്ല കച്ചവടം അവർക്കുള്ളത്. സൺഡേ ആയതുകൊണ്ട് നല്ല രീതിയിൽ ടൂറിസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ സ്ട്രീറ്റിൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും സ്വീറ്റ്സൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങിയതാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്തിട്ട് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മേടിച്ചാൽ മതി. അപ്പോൾ നമ്മളോട് വന്ന എല്ലാവരും നല്ല രീതിയിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കൊടൈക്കനാലിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു. ഇപ്പം പഴനി എത്തി. പഴനി അടിവാരം എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ പഴനി കാണാൻ പറ്റും, വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും.
നമ്മൾ കൂടുതലും കൂടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് കൂടുതലായിട്ട് കാണാം. കണ്ട പളനിയുടെ ഏറ്റവും അടുത്തുള്ള വ്യൂ ആണ്. നമ്മൾ കുറച്ചും കൂടെ അടുത്ത് വന്നു, ടൗണിലേക്ക് വന്നു. ഇത് ഫ്രണ്ടല്ല, നമ്മൾ സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. എന്തായാലും കാണാൻ പറ്റിയൊരു ഭാഗ്യം. വന്നിട്ടുണ്ട്, ഇവിടെ കയറിയിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഈ കുറേ നാളായി.